കേരളത്തിൻ്റെ ഭരണത്തിന് ജനങ്ങൾ മാർക്കിടുന്ന നടപടികളിലേക്ക് കടക്കാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഒരു ബജറ്റ് അവതരണത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയാണ് ധനമന്ത്രി എന്ന നിലയിൽ തയ്യാറെടുക്കുക കൂടിയാണ്. അതേസമയം ഇതിനു മുമ്പ് തന്നെ ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ എന്ന നിലയിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. ഈ 15-ാം തീയതിയാണ് സൗജന്യ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. അതായത് ദിവസങ്ങൾ മാത്രമാണ് സൗജന്യ യാത്രയ്ക്ക് ശേഷിക്കുന്നത് എന്നതാണ്. പക്ഷേ നമുക്കിപ്പോഴും വ്യക്തതയില്ല. അതായത് സൗജന്യ യാത്ര സംബന്ധിച്ച് എന്തായിരിക്കും ഈ സർക്കാരിൻ്റെ നടപടിക്രമങ്ങൾ എന്നുള്ളത്. ഈ സൗജന്യ യാത്ര എല്ലാ സ്ത്രീകൾക്കും ലഭിക്കും എന്ന് പറയുമ്പോൾ പോലും അതിന് ദൂരപരിധി ഉണ്ടാകുമോ? യാത്രാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നത്, സൗജന്യം ഏതൊക്കെ ബസ്സുകളിൽ, അതായത് ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണോ സൗജന്യം ലഭിക്കാൻ പോകുന്നത്? ഇങ്ങനെയുള്ള നിരവധിയായ സംശയങ്ങളുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ജൂൺ 15-ാം തീയതി, ഇനിയിപ്പോൾ 5 ദിവസം മാത്രമാണ് ശേഷിക്കുന്നത് എന്നതാണ്. ഇന്നിപ്പോൾ 10-ാം തീയതിയാണ്. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കും, അതിന് തുടക്കം കുറിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. അതെങ്ങനെ എന്നത് നമുക്കറിയേണ്ടതുണ്ട്. VV അരുൺ ആണ് ചേരുന്നത്. അരുൺ, മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്ന് വേണമല്ലോ നമുക്ക് പ്രതീക്ഷിക്കാൻ. പ്രത്യേകിച്ച് ഈ KSRTC ബസ്സുകളിലെ വനിതകളുടെ സൗജന്യ യാത്ര എങ്ങനെയായിരിക്കും, അതെത്ര ദൂരപരിധി, ഏതൊക്കെ വാഹനങ്ങൾ, ഇത്തരം തീരുമാനങ്ങൾ അന്തിമമായി ഇന്ന് എടുക്കുമെന്ന് വേണമോ പ്രതീക്ഷിക്കാൻ? തീർച്ചയായിട്ടും KSRTCയുടെ സൗജന്യ യാത്രയാണെന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. UDF സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അവരുടെ പ്രകടന പത്രിക ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത്. അത് ജൂൺ 15-ന് ആരംഭിക്കും. 15 മുതൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. ആദ്യ മന്ത്രിസഭാ യോഗം തന്നെ ആ തീരുമാനവും എടുത്തു. സ്ത്രീകൾക്ക് സംസ്ഥാനത്ത് സൗജന്യ യാത്ര അനുവദിക്കുമെന്നുള്ളത്. അത് ഏതൊക്കെ തലത്തിലാണ്, ആർക്കൊക്കെയാണ് സൗജന്യ യാത്ര എന്ന കാര്യത്തിലാണ് മാനദണ്ഡങ്ങൾ തയ്യാറാക്കിയത്. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വരുന്നത്. ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി യാത്ര പരിമിതപ്പെടുത്തുന്ന റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സർക്കാർ പൂർണ്ണമായും അത് ശരിവച്ചിട്ടില്ല. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ ഓർഡിനറി ബസ്സുകൾ മാത്രം നടപ്പാക്കും. ഒരു 100 ദിവസത്തെ പരീക്ഷണം, അതിനുശേഷം അതിൻ്റെ പുരോഗതി വിലയിരുത്തി മറ്റു ബസ്സുകളുടെ തീരുമാനമെടുക്കുമെന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അതിന് മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം അവസാനിക്കും. മന്ത്രിസഭാ യോഗത്തിൽ സംബന്ധിച്ച തീരുമാനമുണ്ടാകും. ഓർഡിനറി ബസ്സുകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയാൽ പോലും 700 കോടിയിൽ പരം രൂപ പ്രതിവർഷം KSRTCക്ക് ഇതിലൂടെ അധിക ബാധ്യതയുണ്ടാകും. മുഴുവൻ ബസ്സുകളിലേക്ക് മാറ്റിയാൽ അത് 1300 കോടിയായി ഉയരും. ഇത് KSRTCക്ക് താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ബസ്സുകളിലും ഈ സൗജന്യ യാത്ര എന്നുള്ളതിന് സാധ്യത വിരളമാണ്. പക്ഷേ എങ്ങനെയാണ് സർക്കാർ അതിനെ സമീപിക്കുക എന്ന അല്പസമയത്തിന് കാര്യം. 11 മണിക്ക് മുഖ്യമന്ത്രി VD സതീശന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിൽ അദ്ദേഹം കാര്യം വിശദീകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നതും KSRTC ബസ്സിലെ സൗജന്യ യാത്ര തന്നെയാണ്. മന്ത്രിസഭാ യോഗം 9 മണിക്ക് ആരംഭിച്ചു. അല്പസമയത്തിനകം അത് അവസാനിക്കും. വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഒപ്പം അരുൺ, മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട അജണ്ട, പല തീരുമാനങ്ങളും ഉണ്ടാകാം. പ്രത്യേകിച്ച് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിലാണ് നമുക്ക് കൂടുതലായി പ്രതീക്ഷിക്കേണ്ടതായി വരുന്നത്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ ഒരു പൊതു പശ്ചാത്തലം അറിയാമല്ലോ. ഈ മഴക്കാല പ്രശ്നങ്ങളുണ്ട്. നിരവധി ഇടങ്ങളിൽ അപകട മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. റോഡ് അപകടങ്ങൾ, മതിലുകൾ ഇടിയുന്നത് പോലെയുള്ള വിഷയം, അതോടൊപ്പം ഷിഗല്ല പോലെയുള്ള അസുഖങ്ങൾ, ഇത്തരം വിഷയങ്ങളെല്ലാം, അതായത് KSRTCക്ക് പുറമെ ഇത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളും മന്ത്രിസഭാ യോഗത്തിൻ്റെ പരിഗണനയ്ക്ക് വരില്ലേ? തീർച്ചയായിട്ടും മറ്റ് അജണ്ടകളുമുണ്ട്. പക്ഷേ അതെല്ലാം ഭരണപരമായ തീരുമാനങ്ങൾ മാത്രമാണ്. ഗവൺമെന്റ് ബ്ലേഡർമാരുടെ നിയമനം അടക്കമുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ മാത്രമാണ് പ്രധാനപ്പെട്ട അജണ്ടയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത്. കാര്യമായി മറ്റൊന്നുമില്ല. ഏതായാലും പൂർണ്ണമായും മന്ത്രിസഭാ യോഗത്തിൽ അജണ്ട നമുക്ക് വ്യക്തമല്ല. ഏതായാലും KSRTC സൗജന്യ യാത്രാ തീരുമാനം ഇന്നുണ്ടാകും. 15 മുതൽ നടപ്പാക്കുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് ഏതെല്ലാം പ്രധാനപ്പെട്ട അജണ്ടകളാണ് വരുന്നതെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം അവസാനിക്കും. ഗവൺമെന്റ് ബ്ലേഡർമാരുടെ നിയമനം, അതുപോലെ തന്നെ ചില വിവാദ വിഷയങ്ങളിൽ മുഖ്യമന്ത്രി മറുപടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ PMCയുമായി ബന്ധപ്പെട്ട വലിയ തർക്കം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ആ വിഷയത്തിൽ എന്താണ് സർക്കാർ നിലപാടെന്ന് മുഖ്യമന്ത്രി ഒരുപക്ഷെ എന്ന് വിശദീകരിച്ചേക്കും. സെക്രട്ടേറിയറ്റിൽ മാധ്യമങ്ങൾക്ക് വരുന്നതിന് നിയന്ത്രണം അടക്കമുള്ള വാർത്തകളുണ്ട്. ഇന്നും രാവിലെ 11 മണിക്ക് വാർത്താ സമ്മേളനം അറിയിച്ചിട്ടാണ് മാധ്യമങ്ങൾ ഇവിടേക്ക് വന്നത്. പക്ഷേ 10:15 ശേഷവും മാധ്യമങ്ങളെ കടത്തിവിടാതെ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിൽ തടയുന്ന ഒരു സാഹചര്യം ഇന്നും ഉണ്ടായി. ആ പിണറായി സർക്കാരിന്റെ കാലത്തെ വിലക്ക്, നിയന്ത്രണം അതേപടി തുടരാനാണോ VD സതീശൻ സർക്കാരും തീരുമാനം എന്ന കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ മറുപടി ഇന്ന് ഉണ്ടായേക്കും.
യെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ജനങ്ങളെ നേരിട്ട് പ്രയോജനപ്രദമാകുന്ന സൗജന്യ യാത്ര എന്നതാണ് വനിതകൾക്ക്. അതിൽ ഒരു അന്തിമ തീരുമാനം, ഏതൊക്കെ ബസ്സുകൾക്ക്, എത്ര ദൂരം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രതീക്ഷിക്കാം. ഒപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ മറ്റു വിഷയങ്ങൾ ഉണ്ട്. അത് ഏതൊക്കെയാണ് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുക? എന്തായാലും ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിന് മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുകയും തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഒരു രീതി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അത്തരം തീരുമാനങ്ങൾ എന്തൊക്കെ എന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.